LDF വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ചിരിക്കുക, UDF വിജയിക്കണം ആഗ്രഹിക്കുന്നെങ്കിൽ തംസപ്പ് കാണിക്കുക. ഏതാണ് ഒപ്പീനിയൻ? രണ്ടുമല്ല. യു വാണ്ട് ടു വിൻ BJP? ബെറ്റർ. BJPക്ക് ഒരു അവസരം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് യുവർ ഒപ്പീനിയൻ? BJP. ഓക്കെ, എന്താണ് യൂസ് ചെയ്യാൻ കാര്യം BJP ചൂസ് ചെയ്യാൻ കാര്യം? LDF വന്നിട്ടും ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ അവർ LDFകാർ പറയുന്നു, അതിലുള്ള ഒരു പോപ്പുലാരിറ്റി കിട്ടുന്നു. അല്ലാണ്ട് സാധാരണ ജനങ്ങളിലേക്ക് അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കണ്ടിട്ടില്ല. LDFനും ഒരു അവസരം, ഇഷ്ടംപോലെ അവസരം കിട്ടിയിട്ടുണ്ട്, UDFനും കിട്ടിയിട്ടുണ്ട്. ബെറ്റർ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് അവർ എന്തായിരിക്കും അവർ പ്രാക്ടിക്കലി ചെയ്യാൻ പോകുന്നതെന്ന് ഉറപ്പില്ല. ബട്ട് സ്റ്റിൽ അവർക്കൊരു ചാൻസ് കൊടുക്കുക, അതിലൂടെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, അങ്ങനെ മറ്റു സ്റ്റേറ്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കേരളം കുറച്ചും ഡെവലപ്ഡ് അല്ലേ? അത് മൈൻഡ് സെറ്റ് അനുസരിച്ചാണ്. ഡെവലപ്ഡ് അല്ല എന്ന് പറയുന്ന ഏരിയാസും ഉണ്ട്, ഡെവലപ്ഡ് ആണെന്ന് പറയുന്ന ഏരിയാസും ഉണ്ട്. അത് ഞാൻ പറഞ്ഞ സിറ്റി വലിയ ഹ്യൂജ് സിറ്റീസ് അല്ല. ഇപ്പോ ബാംഗ്ലൂര്, മുംബൈ, അതുപോലത്തെ ഹ്യൂജ് സിറ്റീസ് കാര്യമല്ല പറയുന്നത്. ഇപ്പൊ കേരളത്തില് ഇപ്പൊ ഏതൊരു അടുത്തടി ചെന്നാൽ പോലും അവിടെ വികസനമുണ്ട്, മറ്റു സ്റ്റേറ്റുകൾ അങ്ങനെ ഇല്ല. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? അപ്പൊ ഇത് പറഞ്ഞ BJP ഏകദേശം 10-15 വർഷത്തോളം ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ പോലും അവിടെ വികസനം എത്താത്ത സ്റ്റേറ്റിൽ വികസനം ഇല്ല എന്ന് കംപ്ലീറ്റ്ലി എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ കാണുന്ന ന്യൂസിൽ എങ്ങനെയാ കാണുന്നത്? അല്ല, ഞാൻ UP പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഞാൻ കുഗ്രാമങ്ങളിൽ പോയപ്പോ നമ്മുടെ കേരളത്തിൽ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈവൻ സൗത്ത് ഇന്ത്യ ഉണ്ടായിരിക്കാം, പക്ഷെ വളരെ റെയർ ആണെന്ന് പറഞ്ഞത്. അവിടെ ഇപ്പൊ ശൗചാലയം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് UPയില്, റൈറ്റ്? അപ്പൊ കേരളത്തിൽ അങ്ങനെ ശൗചാലയം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടോ? വളരെ കുറവാണ്. അതാണ്. അപ്പൊ കമ്പാരിസൺ അല്ല, താങ്കളുടെ ഒപ്പീനിയൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിരുന്നാലും ഒപ്പീനിയൻ. ഓക്കെ, അപ്പൊ താങ്ക് യു മിസ് വിദ്യ ആൻഡ് ഗൗരി. അപ്പോ ഒരു ക്വസ്റ്റ്യൻ കൂടി, ഗോപിക, സോറി. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതൊക്കെ മണ്ഡലം വിജയിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് BJP? അവര് പൊതുവെ നേമം, കഴക്കൂട്ടം, പാലക്കാട്, മഞ്ചേശ്വരം, ഇതൊക്കെയാണ് അവർ ഹോപ്പ് ചെയ്യുന്ന സ്ഥലങ്ങൾ. 10 സീറ്റ് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. നല്ല ഹോപ്പുണ്ട്. വി ശിവൻകുട്ടി മോശം സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നുണ്ട്. അതായത് അദ്ദേഹം മന്ത്രിയായതിനു ശേഷം എന്തൊക്കെ പ്രവർത്തനങ്ങൾ, അതായത് വിദ്യാഭ്യാസം, ഞാനും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെതിരായിരുന്നു ആദ്യ സമയത്തൊക്കെ. പിന്നീട് പുള്ളിക്കാരൻ നടപ്പിലേക്ക് കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒരു വിദ്യാഭ്യാസ മന്ത്രി നിലയിൽ താങ്കളുടെ ആ പുള്ളിക്കാരൻ മോശം തോന്നിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ? നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട മോട്ടീവ് തന്നെ, ഞങ്ങൾ ഒന്നുകിൽ LDFനെ പറയണം അല്ലെങ്കിൽ UDFനെ പറയും. നിങ്ങൾ BJPനെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ എന്തിനു എതിർക്കുന്നു? ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എന്തിനും മുന്നോട്ട് പോകും? അല്ല, ഞാൻ BJP ഓപ്ഷൻ വെക്കാത്തതായിരുന്നു വെച്ചാൽ, ഒന്നെന്ന് വെച്ചാൽ BJP ശക്തമല്ല ഇവിടെ കേരളത്തില്. BJP ഒരിക്കലും അധികാരത്തിൽ വരാൻ പോകുന്നില്ല ഈ കാലഘട്ടം. ഭാവിയിൽ വരുമായിരിക്കാം. ഓക്കെ, എന്നാൽ ഈ വർഷം തന്നെ വരുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ ഹിന്ദുവാണ്, എന്നിരുന്നാൽ പോലും എനിക്ക് മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നവരെ ഇഷ്ടമില്ല. മതത്തിനെതിരായി പറഞ്ഞ് വോട്ട് പിടിക്കുന്നവരെ ഇഷ്ടമില്ല. അത് എനിക്ക് മുസ്ലിം ലീഗിന് ഇഷ്ടമല്ല, അതോടൊപ്പം തന്നെ BJP ഇഷ്ടമില്ല. ഇപ്പോ ക്രിസ്ത്യൻസ് വോട്ടായാലും മറ്റേ SNDP അങ്ങനെയുള്ള മതസംഘടനകളും ഇഷ്ടമില്ല. ജാതി സംഘടനകളും ഇഷ്ടമില്ല, റൈറ്റ്? അപ്പോൾ അത്തരത്തിൽ മനുഷ്യനായിട്ട് കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയായിരിക്കും. അത് രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് UDFും അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് LDF ആണ്, റൈറ്റ്? അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിപരമായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഓക്കെ, മറ്റ് ജാതികളെ അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന ഒരു പാർട്ടി, ഞാൻ കംപ്ലീറ്റ്ലി BJPനെ അനുകൂലിച്ച് പറയുന്നതോ ഒന്നുമല്ല. മനസ്സിലാവുന്നുണ്ട്. ഇപ്രാവശ്യം വോട്ട് ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്രാവശ്യം എന്റെ സപ്പോർട്ടിൽ ഏത് പാർട്ടിയെ കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന പാർട്ടി ആയിരിക്കില്ല ഞാൻ നിൽക്കുന്നിടത്ത് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത്. അത് എന്റെ പേഴ്സണൽ ചോയ്സസ് ആണ്. പക്ഷെ ഇങ്ങനൊരു പബ്ലിക് സർവേ എന്നുള്ള രീതി ചോദിച്ചപ്പോൾ പറയുവാണ്, ഈ രണ്ട് പാർട്ടിക്കും കൊടുത്ത ഒരു ചാൻസ് ഒരു തേർഡ് പാർട്ടിക്ക് കൊടുത്താൽ മാത്രമേ ഡിഫറൻസസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ജനങ്ങൾ പറഞ്ഞു കൂട്ടുന്ന LDFും UDFും അല്ലെങ്കിൽ BJPയും തമ്മിൽ പറയുന്ന ഈ കുറ്റങ്ങളും തെറ്റുകളും മാത്രം എടുത്തു വെച്ച് നമുക്കൊരു പാർട്ടീനെ കംപ്ലീറ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. സിംപ്ലി പറഞ്ഞൊരു കാര്യമുള്ളൂ, ഒരു തേർഡ് പാർട്ടിക്ക് ഒരു ചാൻസസ് കൊടുക്കുക. അതിലൂടെ നിങ്ങൾ ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം അതിനെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. എന്റെ ചോദ്യം വളരെ സിമ്പിൾ. ഇപ്പൊ നീ വിദ്യ പറഞ്ഞ ഇപ്പോ ആം ആദ്മി ആണെങ്കിലും ഓക്കെ, കോൺഗ്രസ് അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ അജണ്ട അല്ലെങ്കിൽ BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദുത്വമാണ്, റൈറ്റ്? അല്ലേ? ഹിന്ദുത്വമാണ്.
ഇല്ലെന്ന് പറയാൻ ആയിരിക്കാമെന്നതാണ്, അതിൽ സംശയമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പൊ സ്വാഭാവികം ഞാൻ ഹിന്ദുവാണ്, അപ്പൊ ഞാൻ ഹിന്ദുവായ എനിക്ക് പോലും അങ്ങനെ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന വ്യക്തി താല്പര്യത്തെ വ്യക്തിയാണ് ഞാൻ. ബ്രോ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന പാർട്ടിയെ കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഒപ്പീനിയൻ. അല്ല ഞാൻ അത് എന്തുകൊണ്ട് LDF സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം. ഞാനിപ്പോൾ UDF സപ്പോർട്ട് ചെയ്തതിൽ എനിക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം. ഇപ്പൊ ആളിപ്പോ BJP സപ്പോർട്ട് ചെയ്താൽ അയാൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം. താങ്കൾക്കോ എനിക്കോ ഗോപികയ്ക്കോ തമ്മിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് ആക്ച്വലി നമുക്കില്ല. ഇല്ല, പക്ഷെ നമുക്ക് നമ്മളെ അഭിപ്രായം പറയാലോ. അഭിപ്രായം പറയുമ്പോൾ അതിന് അങ്ങനെ ഉൾക്കൊള്ളുക, അല്ലാണ്ട് ഞാൻ പറയുന്ന LDF ശരി അല്ല. ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞ താങ്കൾ പറഞ്ഞ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും മൈ ഒപ്പീനിയൻ ഇതാണ് പറഞ്ഞത്. എന്റെ ഒപ്പീനിയൻ അതാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തുന്നുണ്ട്. അല്ല, താങ്കൾ പറയാം കേട്ടോ. അതായത് വേറെ ഒന്നുമല്ല, അതാണ് നമ്മൾ മനുഷ്യത്വപരമായിട്ട് മനുഷ്യന്മാരെ കാണുകയും മതം അതിൽ ഇൻവോൾവ് ആക്കാൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത്രയും മാത്രമേ പറയാനുള്ളൂ. പക്ഷേ BJP എന്ന് പറയുന്ന ലക്ഷ്യം എന്ന് പറയുന്നതും അവർക്ക് ഒന്ന കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ BJP എതിർക്കാനുള്ള പ്രധാന കാരണം. അല്ലെങ്കിൽ എനിക്ക് മോദിയെയോ അല്ലെങ്കിൽ അതിലെ ഒരുപാട് നല്ല നേതാക്കളുണ്ട്, അരുൺ ജെയ്റ്റ്ലി പോലുള്ള. എനിക്ക് യാതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണ്. ഒരു പാർട്ടിയെയും പേഴ്സണൽ ആയിട്ട് ഞാൻ ഒരുപാട് അതിനുവേണ്ടി പാർട്ടിയിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരാളും അല്ല. പക്ഷെ സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ, ഒരു പാർട്ടിക്ക് നമ്മളൊരു അവസരം കൊടുത്തിരിക്കണം. ആ അവസരത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒപ്പീനിയൻ പറയുന്നത്. അല്ലാതെ പൂർണ്ണമായിട്ടും LDF അനുകൂലമോ UDF അനുകൂലമോ BJP അനുകൂലമോ ആയിട്ട് സംസാരിക്കുന്നതല്ല. ഇതാണ് ഒപ്പീനിയൻ. ഇപ്രാവശ്യത്തെ ഇലക്ഷന് വേണ്ടിയിട്ട് ഇതാണ് ഒപ്പീനിയൻ.